ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പുറത്ത് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ, അതായത് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാനൊരു സാറ്റർഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ലുലു ഒക്കെ പോകാൻ പ്ലാൻ ചെയ്ത് അവസാനം കൊടുങ്കാറ്റും പേമാരിയൊക്കെ ആയിട്ട് ഞങ്ങൾ ആ പ്ലാനൊക്കെ പൊളിഞ്ഞ് പാളീസായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് വിചാരിച്ചു രാവിലെ തന്നെ പോയി കാര്യം ഒന്ന് പുറത്തിറങ്ങുകയും ചെയ്യും. അതുകൂടാതെ നമുക്ക് വാങ്ങിക്കാനുള്ള വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് ഈ മഴയും കാത്തിരിക്കേണ്ട, മഴ പെയ്ത് കഴിഞ്ഞാൽ അത് തീരാൻ കാത്തിരുന്ന് നമ്മൾ രാത്രിയാവും. അപ്പം ആ ഒരു അവസ്ഥയാണിപ്പം. അപ്പം രാവിലത്തെ ഈ വെയിലൊന്നും കണ്ടിട്ട് ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ വെയിലായിരുന്നു രാവിലെ ഇന്നലെ. പക്ഷെ പെട്ടെന്ന് ഉച്ചയായപ്പോഴത്തേന് കാറും കോളും ഒക്കെ ആയിട്ട് എവിടുന്ന് ഇത് വന്നെന്നറിയത്തില്ല, അതുപോലെ മഴയായി. അപ്പം ഇന്ന് സൺഡേ ആയിട്ടും രാവിലെ നല്ല തിരക്കുണ്ട് റോഡിൽ. എന്താണെന്നറിയത്തില്ല, സൺഡേസിൽ രാവിലെ സമയത്ത് അധികം തിരക്ക് കാണാറില്ല. കാരണം എല്ലാവരും എണീറ്റൊക്കെ വരുമ്പോൾ തന്നെ ഉച്ചയാവുമല്ലോ സൺഡേസിൽ. അപ്പം പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവരൊക്കെ. അപ്പം എന്താണെന്നറിയത്തില്ല, ഒരുമാതിരി ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ഓട്ടോ ചേട്ടനാണെങ്കിൽ ഏതൊക്കെ വഴി കൂടെ ഞങ്ങളെ ഇപ്രാവശ്യം കൊണ്ടുപോയി ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ സാധാരണ 2 വീലറിലാണ് ലുലുവിൽ വരുന്നത്. ഭയങ്കര വെയിൽ അല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയത്ത് മാത്രമേ ഞങ്ങൾ ഓട്ടോയിൽ വരത്തുള്ളൂ. കാരണം 2 വീലറിൽ പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഇത് ഏതൊക്കെയോ വഴിയൊക്കെ തിരിച്ച്, എന്തിനാണെന്നറിയത്തില്ല. ഈ ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ എന്താണെന്നറിയത്തില്ല. അവസാനം ഞങ്ങൾ ലുലുവിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേനും സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കാരണം ഇവിടെ എപ്പോഴും നമ്മുടെ നാട്ടിലാണേലും സൺഡേ അല്ലേ ഭയങ്കര തിരക്ക്. എന്നാലും കുറച്ചുകൂടി ഉച്ചയോടെ അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോഴാണ് ഭയങ്കര ഭീകരമായ തിരക്ക് വരുന്നത്. ഇപ്പോൾ കുറച്ചൊന്ന് രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ വലിയ തിരക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതും കൂടെ വെച്ചാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. കാരണം സൺഡേസിലൊന്നും ലുലു ഒന്നും അടുക്കാൻ പറ്റത്തില്ല. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേനും അതുപോലെ തിരക്കായിരിക്കും. അപ്പം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം അത് മാത്രമേ അതേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല. അത്യാവശ്യം എനിക്കൊരു പ്ലേറ്റ് വാങ്ങിക്കണമായിരുന്നു. പിന്നെന്താ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവിടെ കുറേ ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റിന് ഓഫർ, പിന്നെ കുറേ ചോക്കോ ഫെസ്റ്റ് കയറി വന്നപ്പോൾ ഒരു ചോക്കോ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും കയറിയില്ല. കാരണം മേടിച്ച് വെറുതെ നമ്മുടെ തന്നെ ആരോഗ്യം കളയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പൊതുവെ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ എനിക്ക് കൂടുതലും കാന്താരി മുളക്, വെള്ള പാവയ്ക്ക ഇതൊക്കെ ഇവിടെ കിട്ടും. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്നറിയത്തില്ല, അതൊന്നും കണ്ടില്ല. സാധാരണ ഞാൻ ലുലുവിൽ വരുന്നത് തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് കുറച്ച് വാങ്ങിക്കാനാണ്. പക്ഷെ ഇപ്രാവശ്യം ഒന്നും കണ്ടില്ല. പിന്നെ മാംഗോ, പലതരത്തിലുള്ള പഴുത്ത മാങ്ങകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബേക്കറി സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ വിട്ടു പോകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കൺട്രോൾ ചെയ്തു. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഒത്തിരി പേസ്ട്രീസും പലതരത്തിലുള്ള അലുവകളും പിന്നെ കപ്പ് കേക്ക്സിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതെല്ലാം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു സ്കൂൾ റീ ഓപ്പണിംഗ് ആയിരുന്നല്ലോ. പിറ്റേ ദിവസം സ്കൂൾ തുറക്കുമായിരുന്നു. അപ്പം അതിൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫറിനായിരിക്കാൻ അറിയത്തില്ല, ഞങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് ഇറങ്ങി. ഉച്ചയാകാറായി. ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. കാരണം ഞങ്ങൾക്ക് ഈ ആന്ധ്ര മീൽസ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, വെജിറ്റേറിയൻ ആന്ധ്ര മീൽസ്. അപ്പം അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും നല്ല ആന്ധ്ര റെസ്റ്റോറൻറ്റിൽ നിന്ന് വെജിറ്റേറിയൻ ആന്ധ്ര മീൽസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ ഇങ്ങ് പോന്നു. ഞാൻ പറഞ്ഞില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. ഹെബാൽ ഭാഗമൊക്കെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങ് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോന്നു. അപ്പം നമ്മൾ ലുലുവിലൊക്കെ പോയിട്ട് വന്നു. ഞങ്ങൾ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയ കാരണം അല്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല. ഇന്നലെ ഒക്കെ വൈകുന്നേരം ഭയങ്കര കാറ്റും കോളും മഴയൊക്കെ ആയതുകൊണ്ട് ഇന്നലെ തീരുമാനിച്ചു ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം പറ്റിയില്ല. അപ്പം ഇന്നും നമ്മൾ ഉച്ച കഴിഞ്ഞത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പോയി വന്നു. എന്നിട്ട് ഞങ്ങൾ പുറത്തു നിന്നാണ് ഫുഡ് വാങ്ങിച്ചു ഉച്ചയ്ക്ക്. കാരണം ഒരുമാതിരി ഉച്ചയായി എത്തിയപ്പോഴത്തേനും ഞങ്ങളൊരു ആന്ധ്ര മീൽസ് വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ വെജിറ്റേറിയൻ ആന്ധ്ര മീൽസ്. അപ്പം അത് വാങ്ങിച്ച് കഴിച്ചു.
എന്നിട്ട് കയറി കിടന്നുറങ്ങി. ഇപ്പം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് 4 മണിക്ക് ഒരു പനീർ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന്. പനീർ ഇരിപ്പും ഉണ്ട്, ബ്രെഡും ഉണ്ട്, പിന്നെ കുറച്ച് ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിചാരിച്ചു ഒരു ചെറിയൊരു പനീർ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന്. അത് കുട്ടികൾക്കും പറ്റുന്ന ഒരു റെസിപ്പിയാണ്, വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സാൻഡ്വിച്ച്. ഒരു സാൻഡ്വിച്ച്, നോർമൽ ഒരു സാൻഡ്വിച്ച്, വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള സാൻഡ്വിച്ച്, ഒരു ഹെൽത്തി രീതിയിലൊക്കെ ചെയ്യുന്നതന്നെ ഉള്ളൂ. വലിയ മറ്റേ മയണൈസും കാര്യങ്ങളും ഒന്നുമില്ല. ചീസ് ഉപയോഗിക്കുന്നുണ്ട്, പനീർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കി. ആ സമയത്തുള്ള അവസ്ഥയാണ്. രാവിലെയൊക്കെ നമ്മൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇരുണ്ട് കൂടുന്നുണ്ട്. മഴ പെയ്ത് കുളമാകും. അപ്പം മഴ പെയ്യുന്നില്ല എന്നായിരുന്നു കുറേ നാളത്തെ പരാതി. ഇപ്പം മഴ ആയപ്പം മൊത്തം മഴയാണ്, കാറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട്, നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി മീഡിയം സൈസ് സബോളയാണ് എടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്തിരിക്കുന്നു, അത് നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്, പൊടിയായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഇതൊരു ഭയങ്കര ഒരു ബേക്കറി സ്റ്റൈലൊന്നും അല്ല, ഇത് ഒരു നോർമൽ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി. ഞാൻ ഈ മയണൈസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല. പുറത്തുനിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് വരുന്നുണ്ട്, പക്ഷേ ഇപ്പം ഭയങ്കര ചീത്തയാണെന്നും കേൾക്കുന്നുണ്ട്. ഭയങ്കരമായ ആൾക്കാർ മരിച്ചു വരെ പോകുന്നുണ്ട് അതൊക്കെ കഴിച്ചിട്ട്, ലൂസ് മോഷനൊക്കെ പിടിച്ച്. അതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്യാതെയാണ് ഇവിടെ ചുമ്മാ ഇങ്ങനെയൊക്കെ എടുക്കത്തുള്ളൂ. ഇച്ചിരി ബട്ടറും പിന്നെ ചീസ് ഉപയോഗിക്കും. ശ്രീഹരിക്ക് ചീസ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ചീസ് ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചുപയോഗിക്കും. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയും കുറച്ച് ബട്ടറും ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ ഓയിലൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ഞാൻ കൂടുതൽ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ വളരെ അപൂർവമാണ്, വല്ല പൂരി ഉണ്ടാക്കാനും ഒക്കെ മാത്രമേ ഞാൻ ഓയിൽ ഉപയോഗിക്കാറുള്ളൂ. ടേസ്റ്റ് നമ്മൾ വീട്ടിലെടുക്കുമ്പോഴാകുമ്പോൾ അത്രയൊക്കെ അങ്ങനെയൊക്കെ മതി. കാരണം നമ്മൾ ഈ ഓയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് എപ്പോഴും യൂസ് ചെയ്യുന്ന അത്ര ശരിയല്ല. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ആക്ച്വലി. വെളിച്ചെണ്ണ, ബട്ടർ, നെയ്യ്, ഇതൊക്കെ നല്ല സംഗതികൾ. എന്ന് വെച്ചാൽ അമിതമായാലും ഓവറായിട്ട് ബട്ടറും നെയ്യും ഒന്നും യൂസ് ചെയ്യല്. ഒരു കുറച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കൊളസ്ട്രോൾ ഒന്നും ഉപയോഗിക്കത്തില്ല. അതിനകത്ത് ഇട്ട് മുക്കിയെടുക്കാതിരുന്നാൽ മതി. അപ്പം ഞാനൊരു ടീസ്പൂൺ എണ്ണയും നമ്മുടെ വെളിച്ചെണ്ണയും കുറച്ച് ബട്ടറും കൂടാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായൊന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഗാർലിക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും കുറച്ച് ക്യാപ്സിക്കവും ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക. എല്ലാം ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് മുളക് പൊടിയാണ്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഇവിടെ ചില്ലി ഫ്ലേക്സ് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ശകലം ചേർത്തത്. പിന്നെ അതിലേക്ക് നമ്മൾ പനീർ ശകലം പൊടിയായിട്ട് ഇത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒത്തിരി ടൊമാറ്റോ സോസ് ചേർത്ത് ആ പുളിയും മധുരവും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശകലം ടൊമാറ്റോ സോസ് ചേർത്തു, ഒരിത്തിരിയേ ചേർത്തുള്ളൂ. പിന്നെ 2 ബ്രെഡ് വെച്ചു. അതിലേക്ക് കുറച്ച് ബട്ടർ 2 സൈഡിലേക്കും ഇത്തിരി ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ഉള്ളിലേക്ക് നമ്മുടെ ഈ പനീറിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് വയ്ക്കാം, നമ്മുടെ ചീസ് ശകലം ചേർത്ത് കൊടുക്കുക. അത് ആ ചീസ് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്നത്. ഈ മയണൈസിലും നല്ലത് ചീസാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനായിട്ട്. ആ ഒരു മയണൈസും ആ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതലും. നമ്മൾ ഈ മിക്സിനകത്തേക്ക് കുറച്ച് മയണൈസ് ചേർത്ത് അപ്പം ഇതിങ്ങനെ ഒരു ബൈൻഡിങ് കിട്ടും. അതിന് വരെ ഞാനിവിടെ ചീസ് ഉപയോഗിക്കുന്നു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നു, കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് അത് മറ്റേ ബ്രെഡ് കൊണ്ട് അടച്ച് നമ്മൾ നന്നായിട്ട് അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. എപ്പോഴും ബ്രെഡ് ഈ ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത് ചൂടാക്കി ബ്രെഡ് പച്ചയ്ക്ക് തിന്നുന്നതിലും ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വേണം ഇപ്പോഴത്തെ കാലത്ത് കഴിക്കാൻ. കാരണം എപ്പോഴാണ് അതിനകത്ത് ആ ഫംഗൽ സംഭവം വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബ്രെഡ് ഇപ്പോൾ ചൂടാക്കിയേ കഴിക്കത്തുള്ളൂ. സാൻഡ്വിച്ചിന് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കണമെന്നില്ല, പച്ച ബ്രെഡിനകത്ത് വെച്ചൊക്കെയാണ് നമുക്ക് കടയിലൊക്കെ കിട്ടുന്നതുമൊക്കെ. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെ ടോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ പനീർ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.